ആലപ്പുഴയിൽ തലവടിയിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കെ കൃഷ്ണൻകുട്ടിയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. വീട്ടുകാർ പുറത്തുപോയതിനാൽ ദുരന്തം ഒഴിവായിട്ടുണ്ട്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? എന്തായാലും വീട്ടുകാരെ ആരും അകത്തില്ലാതിരുന്നത് ഭാഗ്യമായി. വല്ലാതെ തകർന്നിരിക്കുകയാണ് അവര്, അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് രാവിലെയാണ് ആലപ്പുഴ തലവടിയിൽ ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത്. ശക്തമായ മഴ ഇന്നലെ രാത്രി ഉൾപ്പെടെ ജില്ലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മഴയ്ക്ക് പിന്നാലെ കാറ്റും ശക്തമായതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വീടിന്റെ ഒരു ഭാഗം ഭാഗികമായി തകർന്നു വീണിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും. ഷീറ്റിട്ട വീടാണത്. അതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഷീറ്റടക്കം പറന്നു പോവുകയാണ്. വീട്ടിൽ ആ സമയത്ത് ആളില്ലാത്തതാണ് വലിയൊരു അപകടം ഒഴിവാക്കാൻ കാരണം. അതായത് തലവടി 29-ാം ചിറ കെ കൃഷ്ണൻകുട്ടിയുടെ വീടാണ് കാറ്റിൽ തകർന്നിട്ടുള്ളത്. സംഭവത്തിൽ ഈ സമയത്ത് ഈ കൃഷ്ണൻകുട്ടിയും വീട്ടിലുള്ള മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ, കൃഷ്ണൻകുട്ടി അർബുദ രോഗിയാണ്. അദ്ദേഹത്തെ കൊണ്ട് ആശുപത്രിയിൽ പോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽ നിന്ന് ഇവരൊക്കെ തന്നെ ഒഴിവാകുകയായിരുന്നു. വലിയ അപകടം ഒരുപക്ഷെ ഈ വീട്ടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കേണ്ടതായിരുന്നു. ഭാഗ്യത്തിനാണ് ഇവർ ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല. പക്ഷേ വീട് ഭാഗികമായി തന്നെ ഇപ്പോൾ വാസയോഗ്യമല്ല വീട് എന്നുള്ളതാണ്. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? ഇവർക്ക് സാമ്പത്തികമായി എന്താണ് ഇവരുടെ അവസ്ഥ? സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണ്. ആ വീടിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഷീറ്റിട്ട വീടാണ്. 18 വർഷത്തോളമായി ഈ വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. ഒപ്പം ഇവർ അർബുദ രോഗി കൂടിയാണ്. അങ്ങനെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ വീടാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ ശക്തമായ മഴയ്ക്കും പിന്നാലെ വന്ന കാറ്റിലും തകർന്നിട്ടുള്ളത്. ഓക്കെ, ശരത്ത് പോയി അവരോടൊന്ന് സംസാരിക്കണം. നമുക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക വേണം. കാര്യം അവരുടെ രണ്ടുപേരുടെയും നിൽപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമുണ്ട്. കാരണം അവരുടെയൊക്കെ അവസ്ഥകളിലൂടെയൊക്കെ നമ്മളെ പലരും കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. വീട് പകച്ചു നിൽക്കുകയാണ്, അതും ക്യാൻസറുമുണ്ട്. അതിനിടയിലാണ് ഈ വീടിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ആ വീട്ടിൽ നിങ്ങൾ ആ ഭിത്തിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. അംബേദ്കറിന്റെ ഫോട്ടോയാണ്. വളരെ മോശം, സാമ്പത്തികമായി മോശം ചുറ്റുപാടിലാണെങ്കിലും അവരുടെ രാഷ്ട്രീയമൊക്കെ അതിൽ നിന്ന് തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അവരെ സഹായിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ഇത് ഷീറ്റ് ഇട്ട് കൊടുക്കാൻ കുറച്ചുകൂടി ഉറപ്പുള്ളൊരു ഷീറ്റൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുക. തൽക്കാലം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. ശരത്ത് എന്തായാലും അവരുമായി ഒന്ന് സംസാരിക്കും.